അൻവറ ടച്ചപ്പ് ഒന്ന് ചെയ്യാൻ വേറെ ചെറിയ സെറ്റിംഗ് ഉണ്ട്. ഗ്ലാസ് എടുത്തല്ലോ അല്ലേ? ഗ്ലാസ് അല്ലേ? ശരി, ടിഷ്യൂ വേണ്ട. ഫാനോണല്ലേ? നമുക്ക് ആ മരം പിടിക്കാം അല്ലേ? 22 വർഷം മുന്നേ സൈക്കിളിലൊരു സോളോ റൈഡ് വന്നപ്പോൾ കുഴിച്ചിട്ട ചെടിയാണ്. ഇപ്പം ഒരു വല്ലാത്തൊരു ഹാപ്പിനെസ് ആണ് എനിക്ക് ഇത്രയ്ക്ക്. കാരണം മനുഷ്യൻ ചതിച്ചാലും മരം ചതിക്കില്ല. ഉണങ്ങിക്കഴിഞ്ഞാലും വെട്ടിയിട്ടിട്ടേ ബിരിയാണിയൊക്കെ ഉണ്ടാക്കും, ചതിക്കില്ല. മരിച്ചാലും ഇവരെ കൊണ്ട് ഉപകാരമുണ്ട്, മനുഷ്യനെ കൊണ്ട് മരിച്ചെന്ത് ഉപകാരം? അങ്ങനെയാണ്, ചങ്കാണ്, കരള് എല്ലാം പറഞ്ഞു. വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ എന്തെങ്കിലുണ്ടോ? ഇതൊക്കെ നമ്മൾ കുഴിച്ചിട്ടിട്ട് പോയതാ. ഇവനോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. അത് പേരുണ്ട് അവന്? പേരുണ്ട്, പേര് ലില്ലി. അത് തോംസൺ. അതോ ബാക്കിലുള്ള? അത് നമ്മുടെ ഒരു സുഹൃത്ത് ഇതേപോലെ ഞാൻ ചെയ്യാനുണ്ടിട്ട് നട്ടതാണ്. അങ്ങനെ വളർന്നതായത് ഉപകാരമൊന്നുമില്ല. ഇലകൾ ഇങ്ങനെ കൊഴിയാ, ഇലകൾ കൊഴിയാ അടിച്ചു വാരി മതിയാവും. Lily is my sweet. He is not silly. That's why I named him Lily. അങ്ങനെയൊക്കെയാണ് കാര്യം. കൂടിയൊക്കെ സെറ്റാക്കട്ടെ, മേക്കപ്പ് ടച്ച് കിട്ടിയത്. ഫാൻസിനൊക്കെ അവിടെ പ്രൊട്ടക്ട് ചെയ്തിട്ടാവും. ഇങ്ങനെ ഷൂട്ടിൻ്റെ ഇടയിൽ വരാനൊന്നും ഇഷ്ടമല്ല. ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ ആളില്ല. ഇതെൻ്റെ അടുത്തൊരു സ്ഥലമാണ്. എന്താ നിങ്ങൾ എന്താ ചോദിച്ചാൽ? ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം ഇവിടെ വയ്ക്കുക ഷൂട്ടിന്, അല്ലാത്തവർ അവിടെ. വേറെന്താ നിങ്ങളുടെ മീഡിയയുടെ പേരെന്താണ്? നീലക്കുയിലും വെറുവലമ്പാണ്. നമ്മ പറയേണ്ടത് വേറെ ആയിരിക്കും, ഒരു ഇടുന്നത് വേറെ. ചോദിക്കാണെങ്കിൽ മര്യാദക്ക് ചോദിക്കാൻ. ബിഹൈൻഡ് ഫുഡ്, ഫോർവേഡ് ഫുഡ്, ഇൻഫ്രണ്ട്, എന്ത് ഫുഡായാലും ഇപ്പൊ എന്താ പറയും? എന്താ നിനക്ക് വേണ്ടത്? അല്ല, ഈ കാലാവസ്ഥ കാണുമ്പോ താങ്കൾക്ക് എന്താ ഓർമ്മ? ഇതെന്റെ സ്ഥലമാണ്, ഞാൻ മേടിച്ചിട്ട സ്ഥലമാണ്. ഇവിടെ നിങ്ങളെ കൊണ്ടുവന്നാണ് ഇപ്പൊ എനിക്ക് അബദ്ധമായി തോന്നിയിരിക്കുന്നത്. Climate is fine, man. ഇത് എത്തരത്തിലുള്ള യാത്രക്കാരെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്? ഇവിടെ എനിക്ക് അങ്ങനെയില്ല. ലോ ക്ലാസ്, മിഡിൽ ക്ലാസ്, ഹൈ ക്ലാസ്, അങ്ങനെ എല്ലാവരും വരാം. എല്ലാവരും ദൂരം നിർത്തി തന്നെയാണ്. പണ്ട് ഞാൻ ഈ ഏരിയയിൽ ആൾക്കാരും അറിഞ്ഞിട്ടില്ല, ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞിട്ടില്ല. അപ്പൊ അത് അറിയിക്കാൻ വേണ്ടിട്ട് ഫോൺ ഉണ്ട് എന്റെ ബാക്ക്ഗ്രൗണ്ട്. ആൾക്കാർക്ക് വിശ്വാസമാവണ്ടേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ബൂമറാങ് അറിയണ പോലെ ഇങ്ങനെ ഒരൊറ്റ ഫോൺ ടൈമർ സെറ്റ് ചെയ്തിട്ട് ഒരു 15 സെക്കൻഡ് അവിടെ പോയി നിന്നിട്ട് ക്യാമറ എടുത്തു ക്ലിക്കായിട്ട് നേരെ കറങ്ങി ഇങ്ങോട്ട് വന്ന് കയ്യിലെത്തി. ഈ സംഭവം ആർക്കും വിശ്വസിക്കാനാവാതെ വന്നപ്പോഴാണ് ഞാൻ മറ്റേ നമ്മുടെ ഡ്രോൺ ഇൻവെന്റ് ചെയ്ത് നമ്മുടെ ഒരു സ്കിൽ വെച്ചിട്ടാണ്. ഭയങ്കര ചർച്ച വിഷയമായിരുന്നു. ഞാൻ പിന്നെ അത് നെറ്റിൽ നിന്നിടണ്ടാന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ ഒരു പ്രവൃത്തി. നമ്മ എന്തെങ്കിലും നന്മ മറ്റുള്ളവർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ വരുമാനം പ്രതീക്ഷിക്കുന്നില്ല. അതാണ് നമ്മുടെ ഒരു മനസ്സ്. പാരച്യൂട്ട് ഇട്ടിട്ട് ഇറങ്ങിയത്? പാരച്യൂട്ട് ഉണ്ടായില്ലടാ, കുറെ കവറും സഞ്ചിയൊക്കെ ഉണ്ടായി. അതൊക്കെ ഇങ്ങനെ പാരച്യൂട്ട് ഷേപ്പിലാക്കി പാടമില്ലേ? വെള്ളം കണ്ടാവും അപ്പുറത്ത് കൊള്ളുണ്ടാവും. അല്ല, അവിടെ മുമ്പ് ഇതേപോലെ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു. മഴക്കാരൊക്കെ ഇവിടുന്ന് നമ്മ വണ്ടി എടുത്ത് പോകുമ്പോ എത്ര ദൂരമല്ലേ? അതാണ് ഇപ്പൊ സെക്കൻഡോടെ അവിടെ എത്തി. ഇവിടുന്ന് ഇറങ്ങണമെങ്കിൽ 2.5 മണിക്കൂർ ഭാഗ്യം. മാക്സിമം 35 മിനിറ്റ്. ഫോൺ വഴി കിളിയും ഇതൊക്കെ ഉണ്ടായിരുന്നു, പരുന്തൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇട്ട് ഹായ്. ജിമ്മിന് പോകണം. അപ്പൊ ഞാനിപ്പോ 2-3 months ആയിട്ട് ഫുൾ ഗസ്റ്റ്, അതേപോലെ നെയ്ബേഴ്സ്, കസിൻസ് എല്ലാവരും വിളിച്ച് ഫുഡിൻ്റെ സൽക്കാരം. ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് എൻ്റെ വയറിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്.
ഇത് ഇത്ര നിൽക്കുന്നത്. എൻ്റെ പ്രോപ്പറായിട്ടുള്ള വയർ വന്നിട്ട് ഇതാണ് ശരിക്കുള്ള ഞാൻ. അങ്ങനെ എല്ലാവരുടെ സ്നേഹത്തിനും എന്താ പറയാ വളരെയധികം സന്തോഷം. ഇതൊന്നും എൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. നെല്ലിയാമ്പതിയിൽ സ്ഥലങ്ങളുണ്ടല്ലോ, അതേപോലത്തെ ഒരു പ്രൈവറ്റ് സ്പേസ് ആണ്. ഞാനത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കാനുള്ളൊരു എന്താ പറയുക അതിൻ്റെ ഒരു പരിശ്രമത്തിലാണ്. അപ്പോൾ ഈ കുറച്ച് പേരുടെ അടുത്ത് മീറ്റിംഗ് ഒക്കെ നടത്തി കുറേ പേര് പിന്മാറി. ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്, ആനിറങ്ങും അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മളത് വിലയിരുത്താറില്ല. അതൊരു ജീവിയാണ് നമ്മളെപ്പോലെ. നമ്മൾ അവനിട്ട് ഉപദ്രവിച്ചാൽ അവർ നമ്മളെയും തിരിച്ചു ഉപദ്രവിക്കും. ആനയുടെ കാര്യം ഈ ചൂയിങ്കത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഈ ചൂയിങ്കം എല്ലാവരും 5 പാക്കറ്റ് ഉണ്ടായി. അതിൽ ഈ ഒരു പാക്കറ്റ് മാത്രം കനാബിസ്, അതായത് കഞ്ചാവ് കൊണ്ടുണ്ടാക്കിയ ചൂയിങ്കമാണ്. പേഴ്സണലി ഫാമിലി ആയിട്ട് ട്രിപ്പ് വരുമ്പോൾ നമുക്ക് സ്മോക്ക് ചെയ്യാനോ നമുക്ക് വലിക്കാനോ ഒന്നിനും പറ്റൂല. പ്രത്യേകം സ്നൂപ്പ് ഡോഗും വിസ് ഖലീഫയുടെയൊക്കെ ഒരു ടീം മെമ്പർ ഉണ്ട്, അവനെ കൊണ്ട് ഇത് പറഞ്ഞ് ജയിപ്പിച്ചതാണ്. അങ്ങ് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇത് എത്തിച്ച. ഇത് കഴിച്ചാലുള്ള സീനുണ്ടല്ലോ. ഇതന്നെ ഇത് OCB ആക്കാം വേണമെങ്കിൽ. ഞാനത് OCB ആക്കുന്നില്ല. കനാബിസ് ചൂയിങ്കം കീറങ്ങും. ഞാൻ 2 കഴിച്ചിട്ട് 3ാമത്തെ കഴിക്കണം. ഒന്നും പറയല്ലേ, വാ. ഗ്രാൻഡ് ഫാദർ എഴുതി തന്ന സ്ഥലം ഞാൻ ഗവൺമെന്റിന് വേണ്ടിയിട്ട് 1 രൂപ മേടിക്കാണ്ട് വേണ്ടിയാണ്. ഇത് ഈ വഴിയൊക്കെ ഉണ്ട്. ആ വഴി കാണിക്കും. ആ കൈ കൊണ്ട് കൊത്തി ഉണ്ടാക്കിയതല്ല ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഗവൺമെന്റ് കൂടെ എനിക്ക് അന്നൊരു കരാറിൽ 38 കോടി അഡ്വാൻസ് തന്നിട്ട് ഞാൻ വേണ്ട, നമ്മുടെ നാടല്ല കേരളമല്ല എന്ന് വെച്ചിട്ട് മാത്രം ഞാനിപ്പോൾ മറ്റുള്ളവർക്ക് ഒരു സാറ്റിസ്ഫിക്കേഷന് വേണ്ടി ഇങ്ങനൊരു സ്ഥലം ഉണ്ടാക്കിയിട്ടു. എത്ര കോടി രൂപ മുടക്കിയെന്നാണ് താങ്കൾ? അത് എൻ്റെ പേഴ്സണൽ പൈസയാണ്. ആ കണക്ക് ഞാൻ പുറത്ത് വിട്ടിട്ടില്ല. അത് പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളൊന്ന് പറയാം. ഞാൻ അവിടെ ഇനി എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഇത്തിരി അങ്ങോട്ട് പോയിട്ട് അവിടെ സിമെന്റ് ഒക്കെ ഇട്ട് തേച്ച് ഒരു ഹെലികോപ്റ്റർ ഇറക്കാനുള്ള സെറ്റപ്പും കൂടി ഉണ്ടാക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ. ഏത് കാലാവസ്ഥയിലും വന്നിറങ്ങാനുള്ള അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. ഇത് ഇന്റർവ്യൂ ചെയ്യാൻ വന്നെങ്കിൽ ഇന്റർവ്യൂ ചെയ്തിട്ട് മര്യാദക്കുള്ള ചോദ്യങ്ങൾ. എനിക്കെല്ലാതും വ്യത്യസ്തമാണ്. ഞാൻ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് എല്ലാം കൊണ്ടും. പക്ഷേ ഈ യാത്രയിൽ താങ്കൾക്ക് പ്രത്യേകമായി കാണപ്പെടാൻ സാധിച്ചത് എന്തൊക്കെയാണ്? എനിക്ക് നിങ്ങളെപ്പോലെ ഒരു ഇങ്ങനത്തെ മനുഷ്യരും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. അത് വലിയൊരു അനുഗ്രഹം തന്നെ. അനുഗ്രഹമല്ല, അത് എനിക്ക് എൻ്റെ ഒരു വിധിയായിട്ടാണ് കിട്ടുന്നത്. ശരി, പാലക്കാട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലം തന്നെയാണത്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. ഹെലികോപ്റ്ററിൻ്റെ ഹെലിപ്പാഡ് അവിടെ ഉണ്ട്, അവിടെ ഇറങ്ങും, ഞാൻ വരും, ഒറ്റയ്ക്കൊക്കെ ഇരിക്കും. അങ്ങനെ നമുക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്കിപ്പോൾ എവിടെ വേണേലും ലോകത്ത് എവിടെ വേണേലും യാത്ര ചെയ്യാം. താങ്കൾ ആരും ചോദിക്കാനും വരില്ല. അവസാനമായി ഈ പ്രദേശത്ത് വന്നത് എത്ര വർഷമായി? ഞാൻ മിഞ്ഞാന്ന് വന്നല്ലോ. നമ്മുടെ ഒരു കൂട്ടുകാരനോട് ഉണ്ടായിരുന്നു. മൂപ്പർക്ക് ബൈക്കിലാണോ വന്നത്? ഹെലികോപ്റ്റർ ഇട്ടിട്ടുള്ള കളിയില്ല. പ്രാവശ്യം ഇനി വെള്ളപ്പൊക്കം വന്നാൽ പേടിക്കാൻ വേണ്ട, എന്തായാലും ഞാൻ രക്ഷപ്പെടും. അതെന്താണെന്നാ നിന്റെ കാലൊന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് വഞ്ചിയിട്ടിട്ടാ നടക്കണം മൂപ്പര്. വെറും 42 കോടിക്കാണ് ഞാൻ ഇത്രയേറെ വിട്ടുകൊടുത്തതായിരുന്നു. ഇനി ബാക്കി പൈസ കിട്ടാനാണ്. ഈ കാറിന് നമ്മൾ റെന്റ് നമ്മതല്ലേ? ഇത് നമ്മുടെ അല്ലല്ലോ, ഇത് ഞാൻ ടൂറിസ്റ്റുകാർക്ക് വേണ്ടി ഫ്രീ ആയി അനുവദിച്ചേക്കണം. നമ്മളങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താലും മരിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നമ്മുടെ ഫ്രണ്ടിന്റെ അതാ അവിടെ നിർത്തിയിട്ടേക്കണം. ആ വ്യൂ ഒന്ന് സൂം ചെയ്ത് വണ്ടി സൂം ചെയ്ത്. ഇനിയുണ്ടോ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയാൻ. ഇപ്പോൾ ഫ്രീ ആണ്, കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ബിസിയാണ്. ഞാനിപ്പോൾ ഫോൺ എപ്പോഴും മോഡ് ഇട്ടേക്കുന്നത്. എന്താ സെൽറ്റോ? അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി വിട്ടുകൊടുത്തൊരു സ്ഥലമാണ്. ആ കടയൊക്കെ നിങ്ങൾ കെട്ടിക്കൊടുത്തതാണ്? നമ്മളെ ആ ഒരു എമൗണ്ടിന് അതങ്ങനെ എത്ര അന്നത്തെ 45 കോടിയാണ്. വേറെ നിങ്ങൾ എവിടെ നിന്നാ സ്ഥലം? പാലക്കാട്. നല്ല ചൂടാണല്ലോ അല്ലേ അവിടെ? എങ്ങനെയുണ്ട് ഇപ്പോൾ ക്ലൈമറ്റ്? നിങ്ങൾ എവിടുത്താണ്? എനിക്ക് അങ്ങനെ ഇപ്പൊ നാളെ അമേരിക്കയിൽ പോകും. അവിടെ സ്ഥലം അവിടെ വെച്ചിട്ടുണ്ടോ?
പ്രൈവറ്റ് ഇവിടെ പാലക്കാട് ഞാൻ വന്നിട്ട് ബുദ്ധിമുട്ട് സാധനം ജെറ്റ് ഇറക്കാൻ സ്ഥലം വേണം. അതെ സ്ഥലമില്ല. അമേരിക്കയിൽ എവിടെയാ? അമേരിക്കയിൽ ഒക്ലഹോമ. ഒക്ലഹോമ. നമ്മുടെ വാരണയിലൊക്കെ ഷൂട്ട് ചെയ്ത് ആ നമ്മുടെ ഏരിയ ആയിരുന്നു. അൻവർ ഷീഖാനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ട് വണ്ടിയിൽ വെച്ചു. അതാ ഒന്നെ സ്റ്റാർട്ടാക്കി ലേറ്റ് ആക്കണം ഷൂട്ട് ചെയ്തിട്ട് സുഷീനെ ഞാൻ കോണ്ടാക്ട് ചെയ്യുക ലാസ്റ്റത്തെ ഒരു പീസിയും കൊടുക്കാൻ വേണ്ടി മാത്രം. പൈസയുടെ ആർട്ടിസ്റ്റുകളുടെയൊക്കെ കാര്യം നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ